بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറ്റവും സ്നേഹാതിരണികരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും അളവറ്റ ദയാപരനും കാരുണ്യവാനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസീയത്ത് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അതിൻ്റേതായ ഗൗരവത്തിൽ വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ആരുടെയും ആഗ്രഹമോ അഭിപ്രായമോ തേടാതെ നാം ഈ ദുനിയാവിലേക്ക് ഒരു ദിവസം വന്നു. ഈ ദുനിയാവിലെ എന്തെല്ലാം കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയെത്ര രാജ്യങ്ങൾ കണ്ടിട്ടുണ്ട് നാം പലരും. എത്ര തലമുറകളാണ് ഈ ലോകത്ത് കഴിഞ്ഞുപോയത്. ആ രാജ്യങ്ങളിൽ എത്രയെത്ര രാജാക്കന്മാർ, ലോകം കീഴടക്കിയവർ, രക്തം കൊണ്ട് കൈകഴുകിയ ഭരണകർത്താക്കൾ, എത്രയോ ധിക്കാരികൾ, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ച എത്രയോ രാജാക്കന്മാർ, അതുപോലെയുള്ള രാജ്യം ഭരിച്ചവർ കടന്നുപോയിട്ടുണ്ട്. അതിൽ ഫിറഔനുണ്ട്, ഖാറൂനുണ്ട്, ഹാമാനുണ്ട്. അടുത്ത കാലങ്ങളിൽ മരണപ്പെട്ടുപോയ ഹിറ്റ്ലറുണ്ട്, മുസോളിനിയുണ്ട്. അതുപോലെയുള്ള ധിക്കാരികളായ രാജ്യം ഭരിച്ച എത്രയോ പേർ കടന്നുപോയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ 19-ാം അധ്യായം സൂറത്തുൽ മറിയമിലെ 98-ാമത്തെ ആയത്തിൽ ഒരു ചോദ്യം മനുഷ്യരോട് ചോദിക്കുകയാണ്. മനുഷ്യരെ, ചിന്തിച്ചിട്ടുണ്ടോ അതിനെ സംബന്ധിച്ച്? വകം അഹ്ലക്നാ ഖബ്ലഹും മിൻ ഖർനിൻ, കഴിഞ്ഞുപോയ എത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ചത് എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഹൽ തുഹിസ്സു മിൻഹും മിൻ അഹദിൻ ഔ തസ്മഉ ലഹും റിക്സാ, ആ കഴിഞ്ഞുപോയ തലമുറയെ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരുടെ നേരിയ ഒരു ശബ്ദമെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. കഴിഞ്ഞുപോയ ഒരു തലമുറയാണ്. ഇന്ന് അള്ളാഹുവിൻ്റെ വരദാനമായ അനുഗ്രഹം കൊണ്ട് നാം ജീവിക്കുകയാണ്. ഒരു നാൾ നാം ഈ ലോകത്ത് നിന്നും വിട പറയും. ഒരുപക്ഷെ നമ്മെക്കുറിച്ച് മക്കൾ ആലോചിക്കും. നമ്മെക്കുറിച്ചുള്ള നന്മകൾ ഓർത്തുകൊണ്ട് അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരുപക്ഷെ നമ്മുടെ ഖബറിനരികിലോ അല്ലാത്തപ്പോഴോ നമുക്ക് വേണ്ടി അവർ സദാ റബ്ബിനോട് ദുആ ചെയ്യും. ഇപ്പം നമ്മുടെ പിതാക്കന്മാർ, മരിച്ചുപോയ നമ്മുടെ പിതാക്കന്മാർ നാം ഓർക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. വല്യപ്പയെക്കുറിച്ചോ പിതാവിൻ്റെ പിതാവിനെക്കുറിച്ചോ അവരുടെ ഖബർ എവിടെയാണ്? അവരുടെ ഖബറിൻ്റെ അടയാളം എന്താണ്? ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിനെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് മീസാൻ കല്ലിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കും. ഇതെൻ്റെ പിതാവിൻ്റെ ഖബറാണ്, ഇതെൻ്റെ ഉമ്മയുടെ ഖബറാണ്, ഇതെൻ്റെ വേണ്ടപ്പെട്ടവരുടെ ഖബറാണ്. കുറേ വർഷങ്ങൾ പോയി കഴിഞ്ഞാൽ അത് വിസ്മൃതിയിലാണ്ട് പോവുകയാണ്. നമ്മുടെ വല്യപ്പമാരൊക്കെ ഇന്നലകൾ ജീവിച്ചിരുന്നിട്ടുണ്ട് ഈ നാട്ടിൽ. ആ വല്യപ്പമാരുടെ ഖബറുകൾ നമുക്കറിയുമോ? ആ വല്യപ്പയുടെ പിതാവിൻ്റെ ഖബറിനെ നമുക്കറിയുമോ? ഇല്ല. ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനകളിൽ പോലും നാം മറന്നിട്ടുണ്ടാകാം. നാം ഓർക്കുന്നുണ്ടാകും, ഇങ്ങനെ വല്യപ്പുണ്ടായിരുന്നു, എൻ്റെ പൂർവികരുണ്ടായിരുന്നു. അതാണ് വിശുദ്ധ ഖുർആൻ ചോദിച്ചത്, എത്ര തലമുറകളാണ് കഴിഞ്ഞുപോയത്? അവരിൽ ആരുടെയെങ്കിലും നേർത്ത ശബ്ദമെങ്കിലും നിങ്ങൾ കേൾക്കുന്നുണ്ടോ? വിശുദ്ധ ഖുർആൻ
കൃത്യമായി അതിനെ സംബന്ധിച്ച് പറയുകയാണ് സൂറത്തുർ റഹ്മാനിലെ 26, 27 ആയത്തുകൾ. കുല്ലു മൻ അലൈഹാ ഫാൻ, നശിക്കുക തന്നെ ചെയ്യും, എല്ലാം നശിക്കും. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, ആദരണീയനായ മഹത്വപൂർണനായ റഹ്മാനായ റബ്ബിന്റെ തിരുമുഖം ഒഴികെ എല്ലാം നശിക്കും. അവൻ മാത്രമേ അവശേഷിക്കുകയുള്ളൂ. കണ്ടു നിൽക്കുന്നവരുടെയൊക്കെ കണ്ണുകൾ നനഞ്ഞു പോകുന്ന ഒരു വേള നാം സാക്ഷിയാകും. കണ്ണുകൾ നിറയും, ശബ്ദമിടറും, മലക്കുൽ മൗത്തിനെ കാണും. നിസ്സഹായത നാം അവരോട് പറയും. കഴിഞ്ഞ ഖുത്ബയിൽ നാം സൂചിപ്പിച്ചതാണ്. ഉറ്റവരെയും ഉടയവരെയും നോക്കുകുത്തികളാക്കിക്കൊണ്ട് നമ്മുടെ മയ്യത്തുകൾ നമ്മുടെ വീട്ടിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകും ശ്മശാനത്തിലേക്ക് മറവ് ചെയ്യുവാൻ. പുന്നാര റസൂലുള്ളാഹിന്റെ മരണവാർത്ത സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുമ്പോഴേക്കും പൊട്ടിക്കരഞ്ഞ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നാം കേട്ടിട്ടുണ്ട്. പുന്നാര മകൻ ഇബ്രാഹീമിനെ മടിയിൽ കിടത്തിക്കൊണ്ട് ആ ഇബ്രാഹീമിന്റെ വേർപാടിൽ കരയുന്ന പ്രവാചകന്റെ ചരിത്രവും നാം കഴിഞ്ഞ ഖുത്ബകളിൽ മനസ്സിലാക്കിയതാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലരുടെയും മരണത്തെ സംബന്ധിച്ച് നിസ്സഹായതയോടുകൂടി നോക്കി നിന്ന ചരിത്രം ഹദീസ് ഗ്രന്ഥങ്ങളിൽ നാം കാണുകയാണ്. അതേ വിശ്വാസികളെ, വിശ്വാസിനികളെ, അവധി കുറിക്കപ്പെട്ട ഒരു നാൾ വന്നെത്തുക തന്നെ ചെയ്യും. മരണത്തെക്കുറിച്ചുള്ള ഖുത്ബകളാണ് 2-3 ആഴ്ചകളായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതെന്തിനു വേണ്ടിയാണ്? വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ ഒരു അടയാളപ്പെടുത്തലുകൾ ഉണ്ടാകുവാൻ വേണ്ടി, ഒരു പുനർവിചിന്തനം, ജീവിതത്തിൽ ഒരു സംസ്കരണ പാതയിലേക്ക് മുന്നോട്ട് പോകുവാൻ, തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നന്മയുടെ വാതായനങ്ങൾ തുറക്കുവാനുള്ള ചിന്തകളാണ് വിശ്വാസികളെ നമുക്ക് വേണ്ടത്. വമാ കാന നഫ്സൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാഹി കിതാബൻ മുഅജ്ജല, അവധി കുറിക്കപ്പെട്ട ഒരു വിധിയാണ് വിശ്വാസികളെ മരണമെന്ന് പറയുന്നത്. റഹ്മാനായ റബ്ബിന്റെ ഉത്തരവനുസരിച്ചുകൊണ്ട് മാത്രം. ദുനിയാവിന് വേണ്ടിയാണോ ആരെങ്കിലും ഈ ലോകത്ത് ജീവിക്കുന്നത് എങ്കിൽ അവന് നാം കൊടുക്കുമെന്നാണ്. ഇനി പരലോകത്തേക്കാണോ ആരെങ്കിലും ജീവിക്കുന്നുവെങ്കിൽ അവർക്കും നാം കൃത്യമായി അതിന്റെ പ്രതിഫലം നൽകും എന്ന് വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആലി ഇംറാനിലെ 145-ാമത്തെ ആയത്തിൽ കൂടി റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അവധി കുറിക്കപ്പെട്ട ഒരു മരണമാണ് നമ്മുടെ വിധി. അത് വന്നെത്തുക തന്നെ ചെയ്യും. മനുഷ്യർക്ക് ഏത് വഴിയും സ്വീകരിക്കാം. നന്മയുടെ വിശാലമായ ലോകം നമുക്കുണ്ട് നമ്മുടെ മുന്നിൽ, തിന്മയുടെയും വിശാലമായ ലോകം നമ്മുടെ മുന്നിലുണ്ട്. ഏത് വേണമെങ്കിലും സ്വീകരിക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് ഒരു ചോയ്സ് നൽകിയിരിക്കുകയാണ്. നന്മ ചെയ്തുകൊണ്ട് റബ്ബിങ്കിലേക്ക് അടുക്കുവാനും തിന്മ ചെയ്തുകൊണ്ട് ശൈത്താനിലേക്ക് അടുക്കുവാനുമുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ടാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞത്. ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനയസ്സിറുഹു ലിൽ യുസ്റാ. നമുക്കേവർക്കും സുപരിചിതമായ സൂറത്തുൽ ലൈലിലെ വചനങ്ങളാണ്. ഫഅമ്മാ മൻ അഅതാ വത്തഖാ, ആരാണോ ദാനം നൽകിയത്, ആരാണോ ധർമ്മബോധത്തോടുകൂടി ജീവിച്ചത്, വസദ്ദഖ ബിൽ ഹുസ്നാ, ആരാണോ ഉത്തമമായ ആദർശത്തെ സത്യപ്പെടുത്തിയത്, ഫസനയസ്സിറുഹു ലിൽ യുസ്റാ, അവന് കാര്യങ്ങൾ നാം എളുപ്പമാക്കി കൊടുക്കും, അവന്റെ വഴികൾ നാം സുഗമമാക്കി കൊടുക്കും. ഇനി വഅമ്മാ മൻ ബഖല വസ്തഗ്നാ, ഇനി ആരെങ്കിലും ലുബ്ധ കാണിക്കുകയോ താൻ പോരിമ കാണിക്കുകയോ ചെയ്തുകൊണ്ട് ജീവിതത്തെ അടയാളപ്പെടുത്തിയാലോ, വകദ്ദബ ബിൽ ഹുസ്നാ, കാണുന്ന നന്മകളെയെല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ട് ആരാണോ ജീവിക്കുന്നത്, ഫസനയസ്സിറുഹു ലിൽ ഉസ്റാ, അവന്റെ ജീവിതത്തിൽ ഒരു ഞെരുക്കമുണ്ടാക്കി കൊടുക്കും. അവൻ എത്ര തന്നെ സമ്പാദിച്ചാലും മനസ്സിനൊരു സമാധാനം ഉണ്ടാവുകയില്ല, ഉറക്കം പോലും നഷ്ടപ്പെട്ടു പോകും. അതാണ് വിശുദ്ധ ഖുർആനിലെ ഈ 2 ആയത്തുകൾ. നന്മ കാണുമ്പോൾ അത് നന്മയെന്ന് പറയുകയും അത് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു നന്മയുള്ള കണ്ണുകളായി മാറുക വിശ്വാസികളെ. നന്മകളെ അടച്ചാക്ഷേപിക്കുകയും അതിനെ കാണാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത വിശ്വാസികൾക്ക് ചേർന്നതല്ല. ഒരു തിന്മയെ കണ്ടാൽ അത് തിന്മയാണെന്ന് മനസ്സിലാക്കുകയും
അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. തൻ്റെ ജീവിതം കൊണ്ട് സമ്പാദിച്ചതിൽ നിന്നും ലുബ്ധ കാണിച്ചുകൊണ്ട് അതെല്ലാം എനിക്കുള്ളതാണ് എന്നും പറഞ്ഞുകൊണ്ടുള്ള ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഞെരുക്കമുള്ള ഒരു ജീവിതത്തെയായിരിക്കും റഹ്മാനായ റബ്ബ് വിശുദ്ധ ഖുർആനിൽ കൂടി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറബ്ദാ. കൂപ്പുകുത്തുന്ന സമയത്ത് അവൻ സമ്പാദിച്ച സമ്പാദ്യങ്ങളൊന്നും വിലപ്പോവുകയില്ല എന്നവസാനം എത്രയെത്ര ധിക്കാരികളാണ് സമ്പത്ത് കൊണ്ട് അതുമാത്രം ജീവിതത്തിൽ ലക്ഷ്യമാക്കിക്കൊണ്ടുകൊണ്ട് ലോകം കീഴടക്കുവാനായി ശ്രമിച്ചു. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട്, കുടുംബത്തെ മറന്നുകൊണ്ട്, ജനങ്ങളെ പരിഗണിക്കാതെ എത്രയെത്ര പേർ രാജ്യത്തും പുറത്തും എല്ലാവരും പിടികൂടിയിട്ടുണ്ട്. അജലെത്തിക്കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞിട്ടുണ്ട്. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ശങ്ക? മാറ്റമൊന്നുമില്ലതിൽ ഒരു മാറ്റവുമില്ല സഹോദരങ്ങളെ. നാം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന മരണവാർത്ത നമ്മെക്കുറിച്ചും ഒരു നാൾ ഇവിടെ ജനങ്ങൾ കേൾക്കും. ഒരു നാൾ ജനങ്ങൾ നമ്മുടെ മൗത്തിനെ കുറിച്ചും അറിയും. നമ്മുടെ ജനാസയുടെ പിന്നിൽ വന്നുകൊണ്ട് അവരും നമസ്കരിക്കും. പിന്നെ ചില നല്ല വാക്കുകൾ നമ്മെക്കുറിച്ച് പറയും. നമ്മുടെ ജീവിതം അങ്ങനെയായിരുന്നുവെങ്കിൽ പിന്നെ ഓർമ്മയുള്ള കാലത്ത് നമ്മെക്കുറിച്ചുള്ള ഒരു പ്രാർത്ഥന. അതാണ് വിശ്വാസികളെ നമ്മുടെ കൈമുതൽ. റഹ്മാനായ റബ്ബിന്റെ അജലെത്തിക്കഴിഞ്ഞാൽ ഒരു നീട്ടലുമില്ല, ഒരു കുറയ്ക്കലുമില്ല. ഫഇദാ ജാ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. അള്ളാന്റെ അജലെത്തിക്കഴിഞ്ഞാൽ ഒരു മിനിറ്റ് മുന്നോട്ടോ പിന്നോട്ടോ ഉണ്ടാവുകയില്ല. സൂറത്തുൽ അറാഫിലെ 34-ാമത്തെ ആയത്താണ്. വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ. സാരാംശം അത് തന്നെയാണ് വിശ്വാസികൾ. ഇതെല്ലാം നാം കേട്ടുകൊണ്ടിരിക്കുന്ന വചനങ്ങളാണ്. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്. അല്ലാഹുവിന്റെ കിതാബിൽ കൃത്യമാണ് ആ രേഖകൾ, ആ കണക്കുകൾ നമുക്കിടയിൽ കൃത്യമാണ്. ഏത് നാട്ടിലാണോ അള്ളാഹു മരണം ഉദ്ദേശിച്ചത് ആ നാട്ടിലേക്ക് പോകുവാൻ നമുക്ക് അള്ളാഹു ഒരു കാരണം കണ്ടെത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പലപ്പോഴും ചിലരുടെ മരണത്തെക്കുറിച്ച് പറയുകയാണല്ലോ, ഇവിടെ ഇപ്പോഴുണ്ടായിരുന്നു, മരണത്തിന് വേണ്ടി പോയതാണോ എന്ന് നാം സംശയിക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് ചിലരുടെ മരണവാർത്ത കേൾക്കുമ്പോഴേക്കും. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ അറാദല്ലാഹു ഖബ്ല അബ്ദിൻ ബിഅർളിൻ ജഅല ലഹു ബിഹാ ഹാജത്തിൻ. സഊദിയിലാണോ ഒരാളുടെ മരണം റഹ്മാനായ റബ്ബ് നിശ്ചയപ്പെടുത്തിയിട്ടുള്ളത്, അവിടെ പോയിരിക്കും എന്തെങ്കിലും ഹാജത്ത് പറഞ്ഞുകൊണ്ട്. എവിടെയാണോ നമ്മുടെ മരണം റബ്ബ് തീരുമാനിച്ചത് ആ സ്ഥലത്ത് നാം എത്തുക തന്നെ ചെയ്യും. കഴിഞ്ഞ ദിവസത്തെ നാട്ടിൽ നടന്ന ചില മരണങ്ങളുമായി നാം ഈ ഹദീസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആലോചിച്ചു നോക്കുക സഹോദരങ്ങളെ. കിടക്കാൻ ശ്രമിച്ച മനുഷ്യൻ, ബഹുമാന്യനായ ആ പണ്ഡിതൻ, അസ്വസ്ഥത ഉണ്ടാവുകയാണ് ജീവിതത്തിൽ. വേണ്ടപ്പെട്ടവരെ വിളിച്ചുകൊണ്ട് ആശുപത്രിയിൽ എത്തുകയാണ്. ആശുപത്രിയുടെ വാതിൽ കടക്കുന്നതിന് മുമ്പ് അവിടെ വെച്ചുകൊണ്ട് മരിക്കുകയാണ്. ഈ ലോകത്ത് നിന്നും വിട പറയുകയാണ്. അള്ളാഹു അവർക്കെല്ലാം പുറത്തു കൊടുക്കുമാറാകട്ടെ. വിശ്വാസികൾ, അതാണ് പ്രവാചകർ പഠിപ്പിച്ചത് നമുക്ക്. എവിടെയാണോ നമ്മുടെ ജീവിതത്തിൽ അവസാനം റബ്ബ് തആല വിധിച്ചത് അവിടെ നാം അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ട് അവിടെ എത്തുക തന്നെ ചെയ്യും. ഒരു വിട്ടുവീഴ്ചയുമില്ല സഹോദരങ്ങളെ ആ മരണത്തിന്റെ വിഷയം. ഹത്താ ഇദാ ജാഅഹദകുമുൽ മൗത്ത് തവഫതഹു റസൂലുനാ വഹും ലാ യുഫ്രിതൂൻ. മലക്കുൽ മൗത്ത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യുകയില്ല. കുടുംബക്കാരുടെ കരച്ചിലോ സന്താനങ്ങളുടെ വിലാപമോ വേണ്ടപ്പെട്ടവരുടെ ദുഃഖമോ മലക്കുൽ മൗത്ത് പരിഗണിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു അൻആമിലെ 61-ാമത്തെ ആയത്ത്. സഹതാപം കൊണ്ട് നാട്ടുകാർ കരഞ്ഞേക്കാം, വേണ്ടപ്പെട്ടവർ വിലപിച്ചേക്കാം, എന്നാലും മലക്കുൽ മൗത്തിന് അതൊന്നും പരിഗണനീയമല്ല. മലക്കുൽ മൗത്തിന്റെ ഡ്യൂട്ടി അവിടെ കൃത്യമായി പിടികൂടും. സമയമെത്തിക്കഴിഞ്ഞാൽ വൈദ്യശാസ്ത്രം പോലും പരാജയപ്പെടുന്ന ഒരു കാര്യമാണ് മരണമെന്ന് പറയുന്നത്.
ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ആധുനിക മനുഷ്യന്റെ മുമ്പിൽ മരണമെന്ന് പറയുന്ന മഹാപ്രതിഭ ഒരു ചോദ്യചിഹ്നമാവുകയാണ്. അതിനെ അതിജയിക്കുവാൻ കഴിയാത്ത വിധം മരണം പിടികൂടുന്ന ഒരവസ്ഥ ഒരു വൈദ്യശാസ്ത്രത്തിനോ ഒരു ലോകത്തിന്റെ ആതുരാലയത്തിനോ ഒരാൾക്കും തന്നെ ആ മരണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കുകയില്ല. കോടികൾ കൊടുത്ത് ജീവനെ ഒന്ന് പിടിച്ചു നിർത്തുവാനായിട്ട് പരിശ്രമിക്കുന്നു പാശ്ചാത്യ നാടുകളിൽ പല സ്ഥലങ്ങളിലും, സാധിക്കുന്നില്ല. പലരും വസിയ്യത്ത് ചെയ്തു വച്ചിരിക്കുകയാണ്, എന്നെങ്കിലും ഒരു നാൾ മരിച്ചവരെ ജീവിപ്പിക്കുവാനുള്ള ഒരു കണ്ടുപിടുത്തം നടത്തിയാൽ അതിനായിട്ട് എൻ്റെ ബോഡിയെ മാറ്റിവെക്കണം, അതിനു വേണ്ടി കോടികൾ അവർ വസിയ്യത്ത് ചെയ്യുകയാണ്. ഇന്നും പാശ്ചാത്യ ലോകത്ത് അതുപോലെയുള്ള ശരീരങ്ങളെ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. എന്നെങ്കിലും ഒരു നാൾ ജീവനെ തിരിച്ചു കിട്ടുന്ന ഒരു കണ്ടുപിടുത്തം ലോകം കണ്ടുപിടിച്ചെങ്കിൽ എൻ്റെ ജീവനെയും തിരിച്ചു കിട്ടുമല്ലോ. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എത്ര കൃത്യമാണ്. ഫലൗലാ ഇദാ ബലഅത്തിൽ ഹുൽഖൂം. ലോകം കീഴടക്കിയവരെ, ലോകത്തിന്റെ വാതായാനം തുറന്നവരെ, നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല ജീവൻ നിലനിർത്തുവാനായി? റബ്ബിന്റെ ചോദ്യമാണ് സൂറത്തുൽ വാഖിഅ 83-ാമത്തെ ആയത്തിൽ കൂടി. വഅൻതും ഹീന ഇദിൻ തൻദുറൂൻ. ആ സമയവും നോക്കിക്കൊണ്ട് നിങ്ങൾ ഇരിക്കുകയാണ്. സാധിക്കുമോ നിങ്ങൾക്ക് അതിനെ ഒന്ന് പിടിച്ചെടുക്കുവാൻ? ലോകമെല്ലാം ആധുനിക കാലഘട്ടത്തിൽ എന്തെല്ലാമോ നേടി. IT മേഖലകളിൽ, മറ്റുള്ള മേഖലകളിലെല്ലാം മുന്നോട്ട് പോകുന്ന മാനവൻ ദൈവത്തെ ധിക്കരിച്ചും അല്ലാതെയും ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിന് പോലും കണ്ടുപിടിക്കുവാൻ പറ്റുന്നില്ല എന്താണ് ഈ മരണം. അതിനെ ഒന്ന് പിടിച്ചു നിർത്തുവാൻ സാധിക്കുമോ എന്നുള്ളത് ചർച്ചയാകുകയാണ് ഇന്നത്തെ ലോകത്തിൽ. കഴിവിന്റെ പരിമിതിയെ മനസ്സിലാക്കുകയാണ് ഓരോ മനുഷ്യരും മരണത്തിന്റെ മുന്നിൽ. കഴിഞ്ഞ ദിവസം ബഹുമാനനായ ഒരു പണ്ഡിതൻ മരിച്ചുവല്ലോ. നമുക്ക് ആ ജനാസയിൽ പങ്കെടുത്തവരാണ്. അതിന് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, കുറേ വർഷങ്ങളായി ഒരു സഹോദരൻ അള്ളാഹുവിനെ ധിക്കരിച്ച്, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ പരിഗണിക്കാതെ, അള്ളാഹുവിൻ്റെ കലാമിനെ പുച്ഛിച്ചു തള്ളി, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോശപ്പെടുത്തി, ദീനിനെയും ആഖിറത്തെയും കളവാക്കിക്കൊണ്ടും കളിയാക്കിക്കൊണ്ടും സോഷ്യൽ മീഡിയകളിൽ ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സഹോദരൻ. ആ മനുഷ്യൻ്റെ നിസ്സഹായത കണ്ടു നാം കഴിഞ്ഞ മയ്യത്ത് നമസ്കാര വേളയിൽ. അള്ളാഹുവിനെ ധിക്കരിച്ച ആ മനുഷ്യൻ സോഷ്യൽ മീഡിയകളിലൊക്കെ പരമാവധി അദ്ദേഹം ദൈവനിഷേധത്തിനെ പ്രൊമോട്ട് ചെയ്തിരുന്ന ആ സഹോദരൻ വേണ്ടപ്പെട്ട മയ്യത്തിൻ്റെ നമസ്കാരത്തിൽ പങ്കെടുക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സ് പറയുകയാണ്, എൻ്റെ ഈ വാദമെല്ലാം നിരർത്ഥകമാണ്, ഇതെല്ലാം നിസ്സഹായതയുടെ ലോകമാണ്, ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ലോകമുണ്ട്, ഒരു ശക്തിയുണ്ട്, റബ്ബുണ്ട്. മരണം അവനെ ചിന്തിപ്പിക്കുകയാണ്. നിസ്സഹായതയുടെ ആ മരണം അവനെ ചിന്തിപ്പിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം പിന്നിൽ കൃത്യമായ ഒരു ഇടപെടലുകൾ നടക്കുന്നുണ്ട്. വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. സൂര്യൻ അതിൻ്റെ ഭ്രമണപഥത്തിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. റഹ്മാനായ റബ്ബിൻ്റെ തഖ്ദീർ, അവൻ്റെ അടയാളപ്പെടുത്തലുകളാണ്. യുക്തിവാദികൾ പോലും അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നിന്റെ ലോകത്ത് ദൈവനിഷേധികൾ പോലും അള്ളാഹുവിൻ്റെ ആ ഒരു വിളിക്കുത്തരം നൽകുന്നതാണ് ലോകത്തും രാജ്യത്തും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശ്വാസിയായ ദാസന് ഈ ദുനിയാവുമായിട്ടുള്ള ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്ന ഒരു സമയമാണ് മരണമെന്ന് പറയുന്നത്. മരണത്തിന് ശേഷമുള്ള ആ ലോകത്തിനെ ക്രമീകരിക്കുവാൻ വേണ്ടിയാണ് നശ്വരമായിട്ടുള്ള ഈ ലോകത്തിലെ ജീവിതമെന്ന് പഠിപ്പിച്ചു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആഖിറത്തിലേക്ക് പോകേണ്ട ആ സമയമെത്തുമ്പോഴേക്കും ഒരു വിശ്വാസിയുടെ മരണസമയത്ത് ആ മലക്കുകൾ നമ്മുടെ തലയുടെ ഭാഗത്ത് വന്നിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഹത്താ യജ്ലിസ ഇൻദ റഹ്സിഹി ഫയഖൂൽ. ആ വിശ്വാസിയുടെ തലക്കരികിൽ വന്നുകൊണ്ട് മലക്കുകൾ പറയും, അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന. സന്തോഷമടഞ്ഞ ആത്മാവേ, ആത്മസംതൃപ്തി നേടിയ ആത്മാവേ, ഉഖ്രിജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ.
അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്കും അള്ളാഹുവിൻ്റെ പ്രീതിയിലേക്കും ഇറങ്ങി വരുവേൻ എന്ന് വിശ്വാസികളെ, അത്തരം മരണത്തിന് വേണ്ടിയാണ് നമ്മുടെ ജീവിതം അടയാളപ്പെടുത്തേണ്ടത്. എത്രയാ ആയുസ്, ഏതുവരേക്കാ നമ്മുടെ ഈ ജീവിതത്തിൻ്റെ നിഗളിപ്പ്, എത്ര കാലം വരെയാ നമ്മുടെ ഈ നെട്ടോട്ടം പോകണ്ടേ? റബ്ബിൻ്റെ വിളിക്കുത്തരം നൽകേണ്ട വിശ്വാസികളെ, ആ വിശ്വാസികളുടെ അടുക്കൽ മലക്കുകൾ വന്ന് പറയുന്ന യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ആത്മസംതൃപ്തി അടഞ്ഞ ആത്മാവേ ഇറങ്ങി വരിക, അള്ളാഹുവിൻ്റെ പ്രീതിയിലേക്കും അവൻ്റെ സംതൃപ്തിയിലേക്കും ഇറങ്ങി വരിക എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വെള്ളപാത്രത്തിൻ്റെ വായയിൽ നിന്നും വെള്ളം ചരിച്ചു ഒഴുകുന്നത് പോലെ ആത്മാവ് സുഗമമായി ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ട് ആ മലക്കുകൾ ആ മയ്യിത്തിനെ സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അത്തരം ആത്മാക്കളുടെ അടുക്കൽ, അത്തരം മനുഷ്യരുടെ അടുക്കൽ വന്നുകൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെടുന്ന രംഗം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുസ്സിലത്തിലെ 40-ാമത്തെയും 41-ാമത്തെയും ആയത്ത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة. ആ സന്തോഷ വാർത്ത നേടിയെടുക്കേണ്ടവരാണ് വിശ്വാസികളെ. മുവഹ്ഹിദീങ്ങളായ നാം ഓരോരുത്തരും ആ മലക്കുകളുടെ സന്തോഷ വാർത്ത കേട്ടുകൊണ്ട്, ആ മലക്കുകളുടെ സംതൃപ്തി നിറഞ്ഞ ആ വാക്കുകൾ കേട്ടുകൊണ്ട് നമ്മുടെ റൂഹ് നമ്മുടെ ജസദിൽ നിന്നും നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തു പോകേണ്ടവരാണ്. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളുമാണ് വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ നാം ഉണ്ടാകേണ്ടത്. ആയുസ്സുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ബാഖിയാത്ത് സ്വാലിഹാത്ത് മാത്രമാണ് അവശേഷിക്കുക വിശ്വാസികളെ. എത്ര നേടി, എന്ത് നേടി, എത്ര മക്കൾ, എന്ത് കുടുംബം, അതെല്ലാം നിസ്സഹായതയോടുകൂടി ഓർക്കുന്ന ഒരു വേളയെക്കുറിച്ച് സൂക്ഷിക്കുവാൻ റഹ്മാനായ റബ്ബ് വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളിലും കൂടിയും നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുകയാണ്. നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ് വിശ്വാസികളെ നമ്മുടെ കൈമുതലാകേണ്ടത്. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ മിൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. സമ്പാദ്യങ്ങളെല്ലാം നിഷ്ഫലമായി പോകുന്ന ആ ഒരു വേള, അഹങ്കാരത്തോടുകൂടി നമ്മുടെ കുടുംബത്തെ ഓർത്ത്, നമ്മുടെ മക്കളെ ഓർത്ത് അഭിമാനം കൊള്ളുന്നതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു വേള, നമ്മുടെ കൈമുതലായിട്ട് റഹ്മാനായ റബ്ബിങ്കൽ മാത്രം നിൽക്കുന്ന ബാഖിയാത്ത് സ്വാലിഹാത്ത്, അതാണ് റബ്ബിന്റെ അടുക്കൽ അവശേഷിക്കുന്നത്. അതാണ് നമ്മുടെ പ്രതീക്ഷ, അതിനാണ് പ്രതിഫലവുമുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ കലാമിലെ ആയത്താണ് വിശ്വാസികളെ. ഒരിക്കൽ ഒരു സ്വഹാബി പ്രവാചകരുടെ സവിധത്തിൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അയ്യുന്നാസി ഖൈർ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമർ ആരാണ് റസൂലേ? പ്രവാചകരുടെ മറുപടി, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ആയുസ് നീട്ടിക്കിട്ടിയവനും ആ ആയുസ് കൊണ്ട് നന്മകൾ ജീവിതത്തിൽ അടയാളപ്പെടുത്തുന്നവൻ ആരോ അവനാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ. അള്ളാന്റെ റസൂലെ, ജനങ്ങളിൽ ഏറ്റവും അധമൻ ആരാണ്? ആയുസ് നീട്ടിക്കിട്ടി, എന്നിട്ടും ആ ആയുസ് കൊണ്ട് ജീവിതത്തിൽ നന്മകളൊന്നും സ്വീകരിച്ചില്ല. അവൻ ജീവിച്ചു, നാടോടുന്നത് പോലെ അവൻ ജീവിച്ചു. അവനാണ് ജനങ്ങളിൽ ഏറ്റവും അധമരിൽ അധമനെന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു ഗ്രാമത്തിൽ നിന്നും 3 പേർ വന്നുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പിടിച്ചുകൊണ്ട് സ്വഹാബികളോട് പറയുകയാണ്, മൻ യക്ഫീനി ഹൗലാ, ഈ 3 പേർക്കും ആരാണ് സംരക്ഷണം നൽകുക? മഹാനായ ത്വൽഹത്ത് ഇബ്നു ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫകഫൈതുഹും യാ റസൂലല്ലാഹ്, ഞാൻ സംരക്ഷണം നൽകാം റസൂലേ. 3 പേരെയും ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് റസൂലേ. അവർക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ഞാൻ നടത്തിക്കൊള്ളാം. ആ 3 പേരും തൽഹത്ത് ഇബ്നു ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ജീവിക്കുകയാണ്. അവസാനം അതിൽ ഒരു സ്വഹാബി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് യുദ്ധത്തിൻ്റെ രണാങ്കണത്തിൽ ചെല്ലുകയാണ്, ഷഹീദാവുകയാണ്. രണ്ടാമത്തെ സ്വഹാബിയും അങ്ങനെ തന്നെയാണ് ദീനിൻ്റെ മാർഗത്തിൽ ഷഹീദാകുന്നത്. മൂന്നാമത്തെ ഒരു സ്വഹാബിയുണ്ട്, ത്വൽഹത്ത് ഇബ്നു ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ താമസിക്കുന്നു. സാധാരണ മരണമടയുകയാണ് ആ സ്വഹാബി. ശേഷം ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നം?
സ്വർഗത്തിലാണ് ആ 3 പേരും എന്ന് സ്വപ്നം കാണുകയാണ്. കൂടെ ത്വൽഹത്തുമുണ്ട്. എന്നാൽ ആദ്യമായി സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള നന്മകൾ കരസ്ഥമാക്കുന്നത് ആ വീട്ടിൽ കിടന്നുറങ്ങിയ ഒരു മനുഷ്യനെയാണ് സ്വപ്നം കാണുന്നത്. യുദ്ധരണാങ്കണത്തിൽ വീരമൃത്യു വരിച്ച 2 സ്വഹാബാക്കളെയും കവച്ചു വെച്ചുകൊണ്ട് സാധാരണ മരണമടഞ്ഞ ആ സ്വഹാബിയെ കണ്ടുകൊണ്ട് ത്വൽഹത്ത് ബിൻ ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹു അള്ളാഹിൻ്റെ റസൂലിനോട് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഇങ്ങനെയൊക്കെയാണ് സ്വപ്നം ഞാൻ കണ്ടത്. ഫറഅയ്തുഹും ഫിൽ മനാം. എന്താണ് റസൂലെ ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം? ദീനിന് വേണ്ടി ഷഹീദായ 2 പേരെക്കാളും സാധാരണ രീതിയിൽ മരണമടഞ്ഞ ആ സ്വഹാബി ഉന്നതമായ സ്ഥാനം കൈവരിച്ചുവല്ലോ റസൂലെ, ഞാൻ സ്വപ്നം കണ്ടത് അയാഥാർത്ഥ്യമാണോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറുപടി, വമാ അൻകർത മിൻ ഹാദാ, ഇതിൽ എന്താണ് അത്ഭുതം ത്വൽഹ? ഇന്നൽ മുഅ്മിന ബികദാ വകദാ വതസ്ബീഹതൻ ലൈസ അഹദുൻ അഫ്ളല ഇൻദല്ലാഹി അസ്സ വജല്ല മിൻ മുഅ്മിനിൻ യുഅമ്മറു ഫിൽ ഇസ്ലാമി ലിതസ്ബീഹത്തിൻ വതക്ബീറത്തിൻ വതഹ്ലീലത്തിൻ. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം അൽഫൻ വസമാനിയത സ്വലാത്തിൻ വസ്വാമ റമളാൻ. ആ 2 സ്വഹാബികളും ദീനിൽ ഷഹീദായെങ്കിൽ നിന്റെ വീട്ടിൽ കിടന്ന് സാധാരണ മരണമടഞ്ഞ ആ സഹോദരനുണ്ടല്ലോ, ആയുസ്സുൽ അവരെക്കാളും കൂടുതൽ നന്മ ചെയ്തവരാണ്. കൂടുതൽ തസ്ബീഹുകളും തക്ബീറുകളും തഹ്മീദുകളും ചെയ്തുകൊണ്ട് റബ്ബിന്റെ മാർഗത്തിൽ നമസ്കാരവും നോമ്പുമായി കഴിഞ്ഞിരുന്ന ആളാണ്. അതുകൊണ്ടാണ് രണാങ്കണത്തിൽ ഷഹീദായ 2 സ്വഹാബാക്കളെക്കാളും കൂടുതൽ സ്വർഗത്തിൽ പ്രതിഫലം പറ്റിയതെന്ന് പറയുമ്പോൾ വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ആയുസ് കൊണ്ട് നാം എന്താണ് അടയാളപ്പെടുത്തുക? ബുദ്ധിമാന്മാരെന്ന് പറയുന്നത് നമുക്ക് നൽകുന്ന ആ ആയുസ്സിൽ ജീവിതത്തിൽ അമൽ സ്വാലിഹാത്തുകൾ ചെയ്യുന്നവനാണ് ഏറ്റവും ഉത്തമ വിശ്വാസി എന്ന് പറയുന്നത്. ഖബറിൽ വെച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ഓരോ വിശ്വാസിയോടും ചോദിക്കുമെന്നാണ്. ഓരോ മനുഷ്യരോടും 2 മലക്കുകൾ ചോദിക്കുന്ന ചോദ്യം ചെറുതിലേ നാം പഠിച്ചു വച്ചതാണ്, മദ്രസയിൽ കൂടി നാം പഠിച്ചു വെച്ചതാണ്. റബ്ബി അല്ലാഹ് എന്ന് പറയണം വിശ്വാസികളെ. മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോൾ ദീനി അൽ ഇസ്ലാം എന്ന് പറയണം. നിന്റെ ദീൻ ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ മാ ഹാദർ റജുലുൽ ലദീ ബുഅസ ഫീകും, 3ാമത് പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ 2 മലക്കുകൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, മാ ഹാദർ റജുൽ ലദീ ബുഅസ ഫീകും, ഇയാളെ അറിയുമോ? ഒരാളെ ചൂണ്ടിക്കാണിച്ചു തരും, ഇയാളെ അറിയുമോ? വിശ്വാസികൾ പറയുമെന്നാണ്, ഹുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്തുകൾ ജീവിതത്തിൽ അടയാളപ്പെടുത്തിയവരെ, അള്ളാഹുവിന്റെ തിരുസുന്നത്തിനെ ജീവിതത്തിൽ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും കൊണ്ടു നടന്നവരെ, അവർക്ക് മാത്രം പറയാവുന്ന മറുപടിയാണ് ഹുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഇരിക്കുന്ന മനുഷ്യൻ എൻ്റെ റസൂലാണ്, എനിക്ക് ദീൻ പഠിപ്പിക്കുവാൻ വന്നയാളാണ്, ഖാത്തമുൻ നബിയാണ്, അന്തിമ ദൂതനാണ് എന്ന് പറയണമെങ്കിൽ വിശ്വാസികളെ, ഈ ലോകത്ത് നമ്മുടെ ജീവിതം കൃത്യമായിരിക്കണം. അള്ളാഹുവിൻ്റെ മാർഗത്തിലായിരിക്കണം നമ്മുടെ ജീവിതം. അള്ളാഹുവിൻ്റെ പ്രവാചകർ പറയുകയാണ്, 4ാമത് ചോദിക്കുകയാണ്, വമാ ഇൽമുക്, നിനക്ക് ലഭിച്ച അറിവെന്താണ്? എന്താണ് നീ സമ്പാദിച്ച ഇൽമു എന്ന് ചോദിക്കുമ്പോൾ വിശ്വാസികളെ നാം പറയണം, ഖറഅത്തുൽ കിതാബല്ലാഹി ഫആമൻതു ബിഹി വസദ്ദഖത്, ഞാൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്തിട്ടുണ്ട്, അതിൽ ഞാൻ സത്യപ്പെടുത്തിയിട്ടുണ്ട്, അതിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ ആ 2 മലക്കുകളും പറയുമെന്നാണ്, അബ്ശിർ ബില്ലദീ യസുറുക ഹാദാ യൗമുക അല്ലദീ കുൻതു തുഅദൂൻ. നന്നായി വസ്ത്രം ധരിച്ച സുമുഖനായ ആ മനുഷ്യൻ പരിമളം വീശിക്കൊണ്ട് ആ മലക്കുകൾ ആ മനുഷ്യനോട് പറയുമെന്നാണ് സന്തോഷ വാർത്തയുണ്ട്. ഇങ്ങനെ ഒരു ദിവസത്തിൻ്റെ വഅദയാണ് റഹ്മാനായ റബ്ബ് ദുനിയാവിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നൽകിയത്. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ മനുഷ്യൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. ആ മനുഷ്യൻ പറയുകയാണ്, യാ റബ്ബ് അഖിമിസ്സാ, എപ്പോഴാ ഖിയാമത്ത് നാൾ ഉണ്ടാവുക? എപ്പോഴാ അന്ത്യനാൾ ഉണ്ടാവുക? ഈ അനുഗ്രഹങ്ങളെല്ലാം ജീവിതത്തിൽ അടയാളപ്പെടുത്തുവാൻ, ശാശ്വതമാകുന്ന ഈ ആഖിറത്തിൽ, ഈ സ്വർഗത്തിൽ ജീവിക്കുവാൻ എന്താണ് അന്ത്യനാൾ ഉണ്ടാവുക എന്ന് ഓരോ വിശ്വാസികളും ചോദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യൻ പിന്നീട് മലക്കുകളോട് ചോദിക്കും, മൻ അൻത, നീ ആരാണ്? നീ ആരാണ്? ആ മനുഷ്യൻ്റെ മുമ്പിൽ ഒരുപാട്
സൽക്കർമ്മങ്ങളുമായി നിൽക്കുന്ന ആ ഒരു സംവിധാനത്തെ കണ്ടുകൊണ്ട് ആ മനുഷ്യൻ ചോദിക്കുമെന്നാണ്, മന്നന്ത, പരിചയമില്ലല്ലോ, നീ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി, അന അമലുക സ്വാലിഹ്, നീ ചെയ്ത അമലുകളാണ് ഞാൻ. സ്വാലിഹായ അമലുകൾ എന്നുള്ള പ്രയോഗം ശ്രദ്ധേയമാണ്. വിശ്വാസികളെ, ജീവിതത്തിൽ അമൽ സ്വാലിഹാത്തുകൾ ചെയ്യണം. നാട്ടിൽ നടക്കുന്നതോ വീട്ടിൽ നടക്കുന്നതോ പാരമ്പര്യമായി കിട്ടിയ അമലുകളെല്ലാം നാം ജീവിതത്തിൽ അടയാളപ്പെടുത്തേണ്ടത് അമൽ സ്വാലിഹാത്ത് അവിടെ അടയാളപ്പെടുത്തണം. നാട്ടിൽ നടക്കുന്ന അമലുകളൊന്നും അമൽ സ്വാലിഹാത്തുകളല്ല. ഖുർആനും സുന്നത്തും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അമൽ സ്വാലിഹാത്തുകളായിരിക്കണം. വരികയാണ് നബിദിനം. അള്ളാഹിന്റെ റസൂല് പഠിപ്പിക്കാത്ത ഒരു അമൽ നാട്ടിൽ കാണാം. തക്ബീർ വിളിച്ചുകൊണ്ട്, അതുപോലെയുള്ള പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, പ്രവാചക സ്നേഹം വിളംബരം ചെയ്തുകൊണ്ടുള്ള റാലികളും അതുപോലെയുള്ള ചില കാര്യങ്ങളുമായിട്ട് നമ്മുടെ നാടിനെ പലരും സ്വാഗതം ചെയ്യുകയാണ്. ആര് പഠിപ്പിച്ചു? അള്ളാഹുവോ അള്ളാഹുവിന്റെ റസൂലോ പഠിപ്പിച്ചോ? അമൽ സ്വാലിഹാത്തിൽ എണ്ണിയ പുണ്യ പ്രവാചകൻ ഈ അമലിനെ നമുക്ക് പഠിപ്പിച്ചു തന്നു? ഇല്ല. വിശ്വാസികളെ, നമ്മുടെ നാളെ പരലോകത്ത് നമ്മുടെ മുന്നിൽ സന്തോഷ വാർത്തകളുമായി നിൽക്കുന്നവർ നമ്മോട് പറയുമെന്നാണ്, ഇന്നി അന അമലുക സ്വാലിഹ്, നിശ്ചയമായും ഞാൻ നീ ചെയ്ത സൽക്കർമ്മങ്ങളാണ് എന്ന് പറയണമെങ്കിൽ വിശ്വാസികളെ, അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ ഇബാദത്തുകളുമായി നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്തണം. പിരിഞ്ഞു പോകേണ്ടവരാണ് വിശ്വാസികളെ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയാണ്, ഇർതഹലത്തി ദുനിയാ മുദ്ബിറത്തൻ. മനുഷ്യരെ, അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മനുഷ്യരെ, ഈ ലോകത്ത് നിന്നും കൊഴിഞ്ഞു പോകേണ്ടവരാണ് നാം. വർതഹലത്തുൽ ആഖിറത്തു മുഖ്ബിലത്തൻ. പരലോകം ഇതാ വന്നിരിക്കുകയാണ് പരലോകം. വലികുല്ലു വാഹിദത്തും മിൻഹുമാ ബനൂൻ. അവരിൽ ഓരോരുത്തർക്കും കുട്ടികളുണ്ട്. ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ. അതിനാൽ വിശ്വാസികളെ, പരലോകം ആ മക്കളിൽ ഉൾപ്പെടണം. വിശ്വാസികളെ, പരലോക മക്കളിൽ ഉൾപ്പെടുവാനുള്ള ജീവിതമായിരിക്കണം നമുക്ക്. വലാ തകൂനൂ മിൻ അബ്നാഇ ദുനിയാ. ഈ ലോക മക്കളിൽ നാം ഉൾപ്പെടരുത് എന്ന് വെച്ചാൽ ദുനിയാവിന്റെ ലക്ഷ്യവുമായിട്ടായിരിക്കരുത് നമ്മുടെ ജീവിതം മുഴുവനും. ദുനിയാവ് വേണ്ട എന്നല്ല, ആഖിറത്തിന് വേണ്ടിയുള്ള മക്കളാവുക. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും വചനങ്ങൾ നേരിട്ട് കേട്ട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് പിന്നെ പറയുകയാണ്, ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്. പ്രവർത്തനങ്ങളൊക്കെ ഇന്നുള്ളതാണ്, വിചാരണ അല്ലെങ്കിൽ അതിൻ്റെ ഹിസാബൊന്നും ഈ ലോകത്തില്ല. ഈ ലോകമെന്ന് പറയുന്നത് അമലുകൾ ചെയ്യുവാനുള്ളതാണ്. ഇതിന്റെ വിചാരണ ഈ ലോകത്തില്ല. വഗദൻ ഹിസാബുൻ വലാ അമലുൻ. നാളെ പരലോകത്ത് ഒരു അമലും ചെയ്യുവാൻ പറ്റുകയില്ല, അവിടെയാണ് വിചാരണയുള്ളത് എന്ന് പറയുന്ന മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ ദുനിയാവെന്ന് പറയുന്നത് അമലുകൾ ചെയ്യുവാനുള്ളതാണ്, വിചാരണയുടെ നാളെയാണ് നാം പ്രതീക്ഷിക്കേണ്ടത്. അവിടെ ഒരു അമലുകളും ചെയ്താൽ ഒരു കാര്യവുമില്ല. വിശ്വാസികളെ, അമലുകൾ ചെയ്യേണ്ട ഈ ദുനിയാവിലായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ അക്കൗണ്ടിൽ നിറയ്ക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമുക്ക് മാതൃകയാണ്. വിശ്വാസികളെ, അല്ലാഹു തആല ക്ഷണിക്കുകയാണ്, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. ദാരിസ്സലാമിലേക്ക് ക്ഷണിക്കുന്ന റബ്ബ്, സമാധാനത്തിന്റെ വാതായനം തുറന്നു കിടക്കുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്, അവന്റെ വീട്ടിലേക്ക് റഹ്മാനായ റബ്ബ് നമ്മെ ക്ഷണിക്കുകയാണ്. ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദത്തുൻ. നന്മ ചെയ്തവർക്ക് ഉത്തമമായ പ്രതിഫലവും വസിയാദത്തുൻ, അവർക്ക് അധികവുമുണ്ട്. റബ്ബിനെ കണ്ടുമുട്ടുന്ന അധികമാണ്. റബ്ബിനെ കണ്ടുമുട്ടുന്ന ആ ഒരു വേളയെക്കുറിച്ചാണ് സിയാദ, മഹത്തായ പ്രതിഫലമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വലാ യർഹഖു വുജൂഹുഹും ഫതറദ്ദു വലാ ദില്ലത്തുൻ. ഇരുളോ അപമാനമോ അവരുടെ മുഖത്ത് തങ്ങുകയില്ല. വിശ്വാസികളെ, അപമാനപ്പെടാത്ത ഒരു ദിവസത്തിന് വേണ്ടിയായിരിക്കണം. ഈ ലോകത്ത് നാം അപമാനപ്പെട്ടാലും, നമ്മുടെ അമലുകൾ കൊണ്ട് നമ്മെ ആരൊക്കെ കളിയാക്കിയാലും, സുന്നത്ത് സ്വീകരിച്ചതിന്റെ പേരിൽ നാം ആരുടെ മുന്നിൽ അപമാനപ്പെട്ടാലും, വിശ്വാസികളെ, പരലോകത്ത് നാം അപമാനപ്പെടരുത്. പരലോകമാണ് ശാശ്വതമായിട്ടുള്ള വിജയം. അവിടെ അപമാനപ്പെടാതിരിക്കുവാൻ ഈ ദുനിയാവിൽ കുറച്ചൊക്കെ അപമാനം സഹിക്കേണ്ടി വന്നാലും അതൊക്കെ ക്ഷമിക്കുക സഹോദരങ്ങളെ.
അതൊക്കെ പൊറുക്കുക. കാരണം ശാശ്വതമായ ആ ലോകത്ത് നാം അപമാനപ്പെടരുത്. അള്ളാഹുവിന്റെ കലാമിൽ പറഞ്ഞതുപോലെ ആ പരലോകം നേടിയെടുക്കുവാൻ അള്ളാഹുവിന്റെ ആ മാർഗത്തിലേക്ക്, ആ ദുനിയാവിന് വേണ്ടി നിങ്ങൾ ആ പരലോകം നേടിയെടുക്കുക. ആ ദാറുൽ ആഖിറ അതിനുവേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുക. വലാ തൻസ നസീബക മിനദ് ദുനിയാ, ദുനിയാവിനെ മറന്നുകളയുകയും വേണ്ട. അള്ളാഹു നിങ്ങൾക്ക് ദുനിയാവിൽ നൽകുന്ന ആ ഓഹരി നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ പരലോകത്തെ ഒരു കൃഷിയിടമാക്കി കണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവ് ചെയ്തുകൊണ്ട് പരലോകത്തെ ആഗ്രഹിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്, അള്ളാഹു നിനക്ക് നന്മ ചെയ്തിട്ടുണ്ട്, അള്ളാഹു നിനക്ക് റിസ്ക് നൽകിയിട്ടുണ്ട്, അള്ളാഹു നിനക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ട്. ആ നന്മ പോലെ നീ ദുനിയാവിലും നന്മ ചെയ്തു കൊടുക്കുക. വേണ്ടപ്പെട്ടവരെ സഹായിക്കുക, പാവങ്ങൾ അന്നം കൊടുക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, മസ്ജിദുകൾക്കും മദ്രസകൾക്കും വേണ്ടിയുള്ള ഉദാരമനസ്കരാവുക. അതുവഴി റബ്ബിന്റെ ശാശ്വതമായ പരലോകം ആഗ്രഹിക്കുക എന്ന് വിശുദ്ധ ഖുർആനിൽ കൂടി റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തിരിക്കുകയാണ് നമ്മുടെ മരണം. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, കഫാ ബിൽ മൗതി വഇല, ഏറ്റവും നല്ല സതുപദേശകൻ ആരാണ് സഹോദരങ്ങളെ? ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ കുറേ മരണ വാർത്തകളാണ്. പത്രങ്ങളൊക്കെ എഴുതുകയാണ് അവിചാരിതമായിട്ടുള്ള മരണം, അപ്രത്യക്ഷമായിട്ടുള്ള മരണം, അപ്രതീക്ഷിതമായിട്ടുള്ള മരണം. അതിലൊരർത്ഥവുമില്ല സഹോദരങ്ങളെ. അള്ളാഹുവിൻ്റെ അജലെത്തിക്കഴിഞ്ഞാൽ പിന്നെ 50 എന്നുള്ള നമ്പറൊന്നും റബ്ബിൻ്റെ അടുക്കൽ വിലപ്പോവില്ല. എത്ര ആരോഗ്യമുണ്ടായിട്ട് എന്ത് കാര്യമാണ് വിശ്വാസികളെ? എപ്പോഴും കാത്തിരിക്കുക. അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല സതുപദേശകനാണ് നമുക്ക് മരണം. ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രത്തിൽ കാണാം, ഒരു മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ സ്വന്തം അധ്വാനത്തിൽ നിന്നും ജോലിക്ക് വച്ചിരുന്നുവെന്നാണ്. എന്തേ അദ്ദേഹത്തിൻ്റെ ജോലി എന്നറിയുമോ? ഓരോ പ്രഭാതവും വിളിച്ചുണർത്തുമ്പോഴും ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഉപദേശിക്കണം, മരണം മരണം മരണം. ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മുടികൾ നരബാധിച്ചുവെന്നാണ്. ആ മനുഷ്യനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അദ്ദേഹം പറയുകയാണ്, എന്തേ കാരണം? ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായ ചരിത്രത്തിൽ കാണാം, മരണത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് നിന്നെ ഞാൻ ജോലിക്കാരനായി നിശ്ചയിച്ചത്. ഇതാ എൻ്റെ ശരീരത്തിലെ മുടികൾ നരബാധിച്ചിരിക്കുകയാണ്. ആ നരകൾ എന്നെ ഓർമ്മിപ്പിക്കുകയാണ് മരണത്തെ സംബന്ധിച്ച്. വിശ്വാസികളെ, നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരാണ് ആ അടയാളമുള്ളത് എന്ന് ചിന്തിക്കുക. പോകേണ്ടവരാണ് നാം. ജീവിതത്തെ ക്രമീകരിക്കണം വിശ്വാസികളെ. അന്ത്യസമയത്ത് നെറ്റിത്തടം വിയർപ്പ് തുള്ളികളായി ഈ ജീവിതത്തെ അവസാനമായി അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിച്ചതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട്, മലക്കുകളുടെ സന്തോഷ വാർത്ത കേട്ടുകൊണ്ട്, സന്തോഷമായിട്ടുള്ള ആ സ്വർഗത്തിൻ്റെ ചിത്രം കണ്ടുകൊണ്ട് ഈ ലോകത്ത് നിന്ന് മരിക്കുക. വിശ്വാസികളെ സദാ ജാഗരൂകരാകണം. വിശ്വാസികളെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ജീവിതത്തിൽ അമല സ്വാലിഹാത്തുകൾ കൊണ്ട് അടയാളപ്പെടുത്തണം. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം ഖൈറിലാക്കി തരുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീം.